അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കോയമ്പത്തൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി യാത്രയ്ക്ക് നിൽക്കണം ഞാൻ. അപ്പോൾ ഏട്ടൻ രാറ്റൊക്കെ പറഞ്ഞ് ഞാൻ ഗേറ്റൊക്കെ അടച്ചു. അത് നമുക്കൊന്ന് കുറേ പണി കിട്ടും. അതിന് ശേഷം ഉണ്ട് ഞാൻ മുറ്റത്ത് ഈ മുല്ലപ്പൂ നിൽക്കണം കണ്ടത്. അപ്പോൾ അത് നല്ല പൊട്ടിച്ചു, നല്ല മണമുണ്ട്, കുറച്ചുണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനോട് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ മുല്ലപ്പൂ ബിരിയാണി കുറച്ച് എനിക്ക് വേണമെന്ന്. അപ്പോൾ കൃഷ്ണന് കുറച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ അവൾക്ക് എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഭക്തിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രാവിലത്തെ പണികൾ തുടങ്ങാം. നല്ല മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ, അത് കാരണം മുറ്റൊക്കെ ആകെ വൃത്തികളായി കിടക്കണം. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി ശേഷം നോക്കിയപ്പോൾ നമ്മൾ ആശിച്ച് വെച്ചൊരു പപ്പക്കായ ഉണ്ട് കേട്ടോ. അത് എൻ്റെ റെഡ് കളർ, ഉള്ളിൽ വരെ റെഡ് കളറുള്ള പപ്പക്കായ ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ മരം. അതങ്ങനെ ചെരിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു കണക്കിന് നിവർത്തി വെച്ച് ഒരു കട്ടയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ കടഭാഗമൊക്കെ നന്നായി മണ്ണ് ഇളകിയിട്ടുണ്ട്. എന്നാലും മണ്ണൊക്കെ ഇട്ടൊരു കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആടോന്ന് അറിയില്ല. അപ്പോൾ ഈ മാവിൻ്റെ ഒരു ഭാഗമൊക്കെ ചെരിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തയ്യാനിട്ട് മാവ്. അപ്പം നോക്കിയപ്പോൾ നല്ല കാറ്റും മഴയുള്ള കാരണം സിറ്റ് ഔട്ടിലൊക്കെ നല്ല പൊടിയും പ്രാണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ അതും കൂടി അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മുകളിൽ ചെന്നപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അടിപൊളിയായിട്ട് പൊടി നന്നായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി തുടച്ചെടുക്കണം. പിന്നെ ട്രൈപ്പോഡ് വലിച്ചു കൊണ്ടുപോയി തുടയ്ക്കുന്നത് കാണിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളെടുത്തിട്ട് കാണിക്കാനുള്ളത്. പിന്നെ പുറത്താണ് ഈ പന്ത് കളിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ ആ ശബ്ദത്തിൽ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പൂസ് പുന്നൂസ് കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവർ എനിക്ക് വരുമ്പോഴേക്കും നമുക്ക് ദോശ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പൂസ് എണീറ്റ് വരുന്ന ശബ്ദം ഞാൻ കേട്ടു കേട്ടോ. അവൻ്റെ പാട്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കണം. അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശയായിട്ട് ഇഷ്ടം. അപ്പൂസിനാണെങ്കിൽ തട്ട് ദോശ പോലത്തെ ദോശയിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പൂന് തട്ട് ദോശ പോലെയും പൊന്നൂസിന് മൊരിഞ്ഞ ദോശയായിട്ട് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. പൊന്നൂസ് എണീറ്റതാണ്, കാരണം അവൾ ട്യൂഷന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് അവൾക്ക്. പിന്നെ കുറച്ച് നേരം കിടന്നതാണ് കേട്ടോ ആൾ. അപ്പോൾ രണ്ടുപേർക്ക് ഇത് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പൂസിൻ്റെ സന്തോഷം കണ്ട. തട്ട് ദോശയും ചിക്കൻ കറിയും, ഇന്നലത്തെ സാമ്പാറാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ ഇന്നലെ കുതിർത്തി വെച്ചിരിക്കുന്ന റാഗി എടുത്തിട്ട് നന്നായി കഴുകി വാരി മിക്സിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കണം. അതിനിടെ കൂടെ ഞാൻ റൈസ് കുക്കറിൽ അരി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറുകി വന്നിട്ടുള്ള റാഗി ഉണ്ടല്ലോ, ചൂടാറുമ്പോൾ മിക്സിലേക്ക് ഇടണം. മിക്സിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈന്തപ്പഴം, ബദാമും പിസ്തയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 പിസ്ത, 2 ബദാം, 4 ഈന്തപ്പഴം അതും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ചെറിയ മധുരമൊക്കെ കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ് അടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ അതാ കഴിക്കുന്നത്. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്നത് ജീരക വെള്ളം. ഇതും കൂടി ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.